കോഴിക്കോട് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ കനത്ത മഴ തുടരുകയാണ്. അതിനിടെയാണ് ഇന്ന് രാവിലെയോടുകൂടി കോട്ടൂളി കടാകുന്നത്ത് സദാനന്ദൻ എന്നിവരുടെ മതിൽ, വീടിനോട് ചേർന്നുള്ളൊരു മതിലാണ്, കോൺക്രീറ്റ് മതിലാണ്. അത് പെട്ടെന്ന് തകർന്ന് വീഴുകയാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. തൊട്ട് താഴെയുള്ള വത്സലയുടെ വീട്ടിന്റെ ഒരു ഭാഗം തകർന്നു നിൽക്കുന്ന സാഹചര്യവുമാണുള്ളത്. ഈ അവസ്ഥയിലാണുള്ളത്. വീട്ടുകാർ, സദാനന്ദന്റെ വീട്ടിലുള്ള ആളുകളുണ്ട്. ഇന്ന് എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? ഇന്ന് 9:45 ഉണ്ട്. 9:45 10 മണി സമയത്താണിത്. അതിന്റെ മുന്നായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു വന്ന് ജസ്റ്റ് ഇങ്ങനെ വിള്ളൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അനിയനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇറങ്ങേണ്ടിയിരുന്നു. അനിയൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ തള്ളി അങ്ങനെ പോയതാ, മതിലങ്ങനെ മറിഞ്ഞ് വീട് തന്നെ. പിന്നെ ആദ്യം ഈ സൈഡ് വീണു, പിന്നെ അതാ ബാക്കിലേക്ക് മുഴുവനായിട്ടും മറിഞ്ഞ് വീട്. വീടൊരു ഭീഷണിയിലാണല്ലോ. വീട് ഇവിടെ ഇപ്പൊ ആ ഭാഗത്ത് ബാക്കിലേക്ക് വന്നാൽ അറിയാം, ബാക്ക് സൈഡിൽ അടുക്കള ഭാഗമൊക്കെ വിണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെന്തായാലും ഇതിന് മുന്നേ ഇതുപോലെ ഉണ്ടായതായിരുന്നു സംഭവം. ഞാനിത് മതിൽ ചെരിയുന്ന ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഓരോ വിളിച്ചു, ഓരോ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഉറക്കാൻ വിളിച്ചപ്പോൾ ഒരു എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നേരെ മതിലെടുത്തൊക്കെ വരുന്നത്. ഞാനിവിടുന്ന് മാറി എന്ന് അറിയുമ്പോഴത്തേക്ക് ഒരു അങ്ങോട്ട് മാറലും വീഴും. ഈ കോൺക്രീറ്റ് മതിൽ കുറേ ആയോ? ഇല്ല, 3 വർഷമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് മഴ പെയ്തിട്ട് വീടിനോട് അടുപ്പിച്ചിട്ടും ഒന്നായിട്ട് ഇടിഞ്ഞു വീണതായിരുന്നു. അങ്ങനെ ഒക്കെപ്പാട് കെട്ടിയതായിരുന്നു. വീടിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? വീടിന്റെ സ്ഥിതി ഇവിടെയൊക്കെ വിള്ളലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു മഴ പെയ്താലും വീടടക്കം പോകും. വീഴുന്നേരം മുറ്റത്ത് ഇറങ്ങി നിന്ന് ഞാൻ വീഴുമ്പോ ഇതാ ഈ റൂമിൽ മതിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. റൂമിന്റെ മതിൽ മൂലയൊക്കെ പോയിക്കുന്നു, പിന്നെ അടുക്കള പോയിക്കുന്നു ഒക്കെ പോയിക്കുന്നു. ഒരു റൂം വെച്ചാൽ ബാക്കിയൊക്കെ ഒരുവിധം തകർന്നിരിക്കുന്നു. ഇവിടെ ഈ വീട്ടിലുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തുടരുന്നത് ജീവന് ഭീഷണിയാവുന്ന സാഹചര്യമാണ്. ഏത് നിമിഷവും മതിലിടിഞ്ഞ് വീണ്ടും അങ്ങനെ മണ്ണിന്റെ ഭാഗമൊക്കെ ഇടിയാനുള്ള സാധ്യത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം.